ഗ്ലൂട്ടത്തയോണിന്റെ ഗുണങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ സൈഡ് എഫക്ട്സ് അറിയാമോ? പറഞ്ഞുതരാം. ഗ്ലൂട്ടത്തയോൺ 3 രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് ടാബ്ലറ്റ്സ്, രണ്ടാമത് ക്രീംസ്, മൂന്നാമത് IV ആയിട്ട്, അതായത് ഡയറക്റ്റ് ബ്ലഡിലൂടെ. ആദ്യത്തേത് ക്രീംസ് കാരണം കാണുന്ന ഒരു റെയർ സൈഡ് എഫക്ട്സ് ആണ് ഡെർമറ്റൈറ്റിസ് അല്ലെ അലർജി. ചിലവർക്ക് മാത്രമേ ഇത് കാണാറുള്ളൂ. രണ്ടാമത് ടാബ്ലറ്റ്സ് എടുക്കുന്നവരിൽ കാണുന്ന ഒരു സൈഡ് എഫക്ട്സ് ആണ് വയറുവേദന, ഗ്യാസ്ട്രൈറ്റിസ്, ഛർദില്. മൂന്നാമത് IV ആയിട്ട് എടുക്കുന്നവർ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എടുക്കുന്ന എല്ലാ വീഡിയോയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ഐ എം വെരി ഹാപ്പി അബൌട്ട് മൈസെൽഫ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ വ്ളോഗ് എടുത്തിട്ട് എൻ്റെ വീട്ടിലെ കാര്യവും ഞാൻ നടക്കുന്ന കാര്യവും ഞാൻ അവിടെ പോകുന്ന കാര്യവും ഇവിടെ പോകുന്ന കാര്യങ്ങളും കാണിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആണ് ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു MSW സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ കുറച്ച് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ടോപ്പിക്കുകൾ എടുത്തു വന്ന് സംസാരിക്കുക എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി കയറുന്ന ഒരു ടോപ്പിക്കാണ് ബ്യൂട്ടി പ്രൊഡക്ട്സ്. അത് പുറത്തോട്ട് കാണിക്കുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ്, അതിൻ്റെ സൈഡ് എഫക്റ്റ്, അതിൻ്റെ പ്രൊമോഷൻസ്, ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ ഈ ടോപ്പിക്ക് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ കുറേ അത്യാവശ്യം എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം റെഫർ ചെയ്ത് പറയണ്ടേ എന്നൊക്കെ തോന്നി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് നിങ്ങളിൽ ഇതിൽ അധികം കാണിക്കാൻ വീഡിയോസ് ഒന്നുമില്ല, പക്ഷേ ഉള്ള കുറച്ച് വീഡിയോസൊക്കെ കാണിക്കും. എന്നാൽ അതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യത്തത്, ആരാണ് ഒരു ബ്യൂട്ടി വ്ളോഗർ? എൻ്റെ ഫസ്റ്റ് മെയിൻ ഡൗട്ടാണിത്. കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സുകളും കുറച്ച് ഈ മുഖത്ത് ഇടാൻ പറ്റുന്ന ഈ ടിപ്സും കുറച്ച് ഫാർമസി പ്രൊഡക്റ്റും കാണിക്കുന്ന ആൾക്കാരൊക്കെ ബ്യൂട്ടി വ്ളോഗറാണെന്ന് വിശ്വസിക്കുന്നത് നിങ്ങളാണ് ആദ്യത്തെ മണ്ടന്മാർ. നമുക്ക് യൂട്യൂബിൽ കാണുമ്പോൾ ഒരുപാട് ആൾക്കാരോട് ഭയങ്കര ഫാൻ തോന്നും. നമ്മൾ അവരുടെ വീഡിയോസ് കാണുമ്പോൾ അവർ റിംഗ് ലൈറ്റ് ഉപയോഗിച്ചെടുക്കുന്ന വീഡിയോ ആണ്. അവരതിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫിൽറ്റർ ഇടുന്നുണ്ടാവും. ഈ 2 സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു വ്യക്തിയുടെ സ്കിന്ന് ഭയങ്കര ലൈറ്റും ഗ്ലോയി ആയി തോന്നും. എനിക്കിവിടെ ഇപ്പോൾ റിംഗ് ലൈറ്റും ഇല്ല, എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും നിങ്ങളെ കാട്ടാനില്ല. ഞാൻ സാധാരണ ഈ റൂമത്തെ ട്യൂബ് ലൈറ്റിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഗ്ലോയെ എൻ്റെ ഫേസിൽ കാണാൻ പറ്റും. ഞാനൊരു റിംഗ് ലൈറ്റൊക്കെ വെച്ചാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻ്റെ സ്കിന്നിൽ ഒരു ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ കുറേ ആൾക്കാരെ വിചാരം ഇവരുടെ സ്കിൻ ഇതാണ്, ഇവരുടെ മുഖം ഇങ്ങനെയാണ്, ഇവർ ഇത്ര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ മണ്ടത്തരം പോലെ വിശ്വസിക്കാനും തുടങ്ങും, ഇതൊക്കെ ഉപയോഗിക്കാനും തുടങ്ങും. ഇത് ആദ്യത്തെ തെറ്റ്. രണ്ടാമത്തെ ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ കൊറിയൻ സ്കിന്ന്, ഗ്ലോ സ്കിന്ന്, വൈറ്റ് സ്കിന്ന് ഇതൊക്കെയാണ് സൗന്ദര്യം. ബാക്കിയുള്ള ഒന്നും സൗന്ദര്യമല്ല. ഇതൊക്കെയാണ് സൗന്ദര്യമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ള ആൾക്കാരൊന്നും ഭംഗിയില്ലാത്തവരാണ്, അതിലൊന്നും പ്രത്യേകിച്ച് ഭംഗിയില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതാണ് നിങ്ങൾ കാണിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഭംഗി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്യാരക്ടറിലാണ്. എല്ലാവരും ബോൺ ആസ് ബ്യൂട്ടിഫുൾ ആണ്. അവിടെ ഒരു ഭംഗിനെ ഈ തലത്തിൽ കാണുന്നത് നിങ്ങളുടെ ഒരു രണ്ടാമത്തെ തെറ്റാണ്. ഇഷ്ടമുണ്ടാവും, ഇപ്പോൾ ഫെയർ ആവണമെന്നോ അല്ലെങ്കിൽ പിമ്പിൾ മാർക്സ് പോകണമെന്നോ. ഇപ്പം ഞാൻ പറയാലോ, എനിക്ക് എൻ്റെ പിമ്പിളിൻ്റെ മാർക്സ് പോകണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ കുരു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനതൊരിക്കലും അന്ധമായി യൂട്യൂബേഴ്സ് ഇവിടെ വന്നിട്ട് അത് തേക്കും ഇത് പോവും, അത് തേക്കും ഇത് പോവും, ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ പ്രൊമോട്ട് ചെയ്ത രീതിയിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ലിപ്സ്റ്റിക്കാണ്. നല്ല ഷെയ്ഡൊക്കെ ഒരാൾ ഇട്ട് കാണുന്ന സമയത്ത് എനിക്ക് വാങ്ങണം തോന്നും, വാങ്ങും. ഞാൻ ഇന്നേ വരെ എല്ലാവരും ചെയ്യുന്ന ഒരു സാധനമുണ്ട്, എന്താ സ്ട്രോക്ക് ക്രീം, ഗിൽറ്റ് വരുന്ന എന്തോ ഒരു സാധനം. ഞാൻ ഇന്നേ വരെ ആ സാധനം വാങ്ങിയിട്ട് കൂടിയില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇതൊക്കെ കാണുമ്പം ഇതങ്ങ് വിശ്വസിച്ച് കൊണ്ട് വാങ്ങുന്നുണ്ട്. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ മണ്ടത്തരം. മൂന്നാമത്തെ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഇൻക്ലൂഡ് പെയ്ഡ് പ്രൊമോഷൻ എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് വായിച്ച് മനസ്സിലാക്കണം, പൈസ കിട്ടി ഇവർ ചെയ്യുന്ന ഇടപാടാണിത്. അപ്പോൾ ഇതിൽ ഒരു ഒതൻറ്റിസിറ്റിയും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിലൊരു സത്യവും ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇതൊന്നും മനസ്സിലാക്കാതെ ജനറൽ പബ്ലിക്കിനോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമ്മുടെ ഭാഗത്തും കുറേ തെറ്റുകളുണ്ട്, നമ്മളും കുറച്ച് ബുദ്ധിപരമായി പെരുമാറേണ്ടിയിരിക്കുന്നു. ഇനി രണ്ടാമത് ഞാൻ പോകാൻ പോകുന്നത് ഈ വ്ളോഗേഴ്സിനോടാണ്. ഞാൻ ഈ അടുത്ത് കല്യാണി എന്ന് പറയുന്ന ഒരു വ്ളോഗ് റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഐ ബിലീവ് അതിൻ്റെ ഷോർട്സ് വീഡിയോ ഭയങ്കര വൈറലായി പോയിട്ടോ. ഞാൻ ആളുടെ പെയ്ഡ് പ്രൊമോഷനെ കുറിച്ചൊന്നുമല്ല പറഞ്ഞത്, ആളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. കാരണം ഇന്ന് ഈ വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പണ്ട് യൂട്യൂബുള്ള ആൾക്കാരേക്കാൾ കൂടുതൽ ഇന്ന് യൂട്യൂബുള്ള ആൾക്കാരാണ്. എൻ്റെ ഫാമിലിയിൽ തന്നെ 1, 2, 3, 4, 5 യൂട്യൂബേഴ്സ് ഉണ്ട്. കാരണം ഇന്ന് യൂട്യൂബ് വളരെ കോമൺ ആണ്. ആര് വേണമെങ്കിലും ഉണ്ടാക്കും, ആര് വേണമെങ്കിൽ വ്ളോഗ് ഇടും, ആർക്ക് വേണമെങ്കിൽ റീച്ച് കിട്ടും, ആ ലെവലിൽ. പണ്ട് ഇവരൊരു 10-20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 10-20 പേര് വേഗ ഹൈപ്പിൽ അങ്ങ് പോയി. ഇന്ന് കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഇന്ന് കോമ്പറ്റീഷനാണ്.
പണ്ട് 10 ആൾ ഓടാനുണ്ടായിരുന്നു, ഇന്ന് 100 ആൾ ഓടാനുണ്ട്. 10 ആൾ വേഗം ഫേമസ് ആവും, കാരണം ആകെ 10 ആളല്ലല്ലോ. ഇന്ന് 100 ആളുള്ളതുകൊണ്ട് ഒരാൾ ഫേമസ് ആവാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവർ കുറച്ച് 1,00,000 സബ്സ്ക്രൈബറൊക്കെ കിട്ടുമ്പോഴേക്ക് ഇവർ വിചാരം ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ പറയുന്നതൊക്കെ സെറ്റപ്പ് ആണെന്നുള്ളൊരു വിചാരം. അപ്പോൾ കുറേ ഈ അവനവൻ്റെ പ്രൊഡക്റ്റ് വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ ഈ വ്ളോഗേഴ്സിനെ വിളിക്കും. ഈ വ്ളോഗേഴ്സ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാണ്ട് സബ്സ്ക്രൈബറെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അവരവരുടെ പ്രൊഡക്റ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും, നിരത്തി പിടിച്ച് കാണിക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോൻ്റെ സൈഡിൽ കൂടെ കുറേ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഇങ്ങനെ ടു ആൻ എൻഡ് വരെ. ഇത് യൂട്യൂബിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറേ ഇൻഫ്ലുവൻസേഴ്സാണ് ഈ വീഡിയോൻ്റെ സൈഡിലുള്ളത്. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എനിക്കതിൽ കുറച്ച് പേരൊക്കെയാണ് എനിക്ക് അറിയുന്നത്. നെറിനുണ്ട്, പിന്നെ ഈ കുട്ടി, ഇവരെല്ലാവരെയും നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജാസ്മിൻ ജാഫർ ഉണ്ട്, എല്ലാവരുടെ വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ട്. ഈ സംഭവം ഇത് ഒരൊറ്റ പ്രൊഡക്റ്റാണ്. ഇത് സീക്ക സൺസ്ക്രീൻ എന്ന് പറയുന്ന ഒരു സൺസ്ക്രീനാണ്. ഈ പ്രൊഡക്റ്റ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ഈ പ്രൊഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, വെള്ളത്തിൽ ഈ സൺസ്ക്രീൻ ഇടുന്നു, മറ്റേ വെള്ളത്തിൽ വേറൊരു സൺസ്ക്രീൻ ഇടുന്നു, സ്പൂൺ ഇട്ട് ഇളക്കുന്നു, ഇത് നന്നായി ആവുന്നു, മറ്റേതാവുന്നില്ല. രണ്ടിൻ്റെ ഇളക്കം കണ്ടാൽ തന്നെ അറിയാം. ഇതിങ്ങനെ മുട്ട ഇളക്കുന്നവരെ ഇളക്കുന്നു, ഇത് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇളക്കുന്നു, അതിനെ അങ്ങ് കടന്ന് കുറ്റം പറയുന്നു. ആ സൺസ്ക്രീൻ ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച മുമ്പ് ഇവർ പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആ സൺസ്ക്രീനിനെ പറ്റി എസ്പിത്തർ ഇളക്കിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ആലോചിക്കുന്നത്, എന്തുകൊണ്ടാണ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഒരേ രീതിയിൽ ഇതിൻ്റെ റിവ്യൂ ഇടുന്നത്? വാട്ട് ഇസ് ദ റീസൺ? ഇവർക്ക് വേറെ റിവ്യൂ ഇട്ടൂടെ? കാരണം ഇവരുടെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് മൂലം നല്ല പ്രൊഡക്റ്റുകൾ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് പല രീതിയിൽ ഇട്ടൂടെ? ഇടില്ല. കാരണം ഞാനും ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തതാണ്. ഐ തോട്ട് 4 കൊല്ലം മുമ്പ്. അതെന്താ സംഭവിച്ചതെന്നറിയാം. ഇവർ പ്രൊഡക്റ്റ് അയച്ചു തരുന്ന സമയം തന്നെ ടൈറ്റിലിൽ എന്തെഴുതണം, ഡിസ്ക്രിപ്ഷൻ എന്തെഴുതണം, വീഡിയോയിൽ നിങ്ങൾ എന്ത് പറയണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ പറയും. അതിനപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ പറയാൻ പാടും. എൻ്റെ ഒരു ബിഗിനർ സ്റ്റേജിൽ എനിക്കിങ്ങനെ ഒരു കൊളാബ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമായിരുന്നു. ഞാൻ അങ്ങനെ അത് വാങ്ങിയപ്പോഴും ഞാൻ കരുതിയത് ഞാൻ ഉപയോഗിച്ച എൻ്റെ അഭിപ്രായം പറയാം. അവർ പറയുന്ന ഡയലോഗ്, അവർ പറയുന്ന രീതി, അവർ ചെയ്യണമെന്ന് പറയുന്ന രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന് എവിടെയാണ് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത്? എവിടെയാണ് അവർ നിങ്ങളോട് സത്യസന്ധനായി നിൽക്കുന്നത്? അവർ പറയുന്നതിനനുസരിച്ച് തുള്ളുന്നൊരു പാവയല്ലേ ഇവർ? ഇവരുടെ വാക്ക് നമ്മളെങ്ങനെ വിശ്വസിക്കുക? എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ ഒരു ലിപ്സ്റ്റിക്കുകൾ, എനിക്ക് അതിൻ്റെ പേര് കിട്ടുന്നില്ല, ഐ ഡോണ്ട് റിമെമ്പർ, ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ഒരു ഗ്ലോ ക്രീം ഉണ്ട്. അതെല്ലാവരും ഇങ്ങനെയാണ്, ആ ക്രീം തേച്ചാൽ മതി. അതും ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും. കാർമേസി, ഇത് 3ഉം വെച്ചിട്ട് ഇത് വെച്ച് പോകുന്നുണ്ട്. പിന്നെ കാർമേസിൻ്റെ ഒരു ഡിയോഡ്രൻറ്റ്, കറുത്തത് മാറി വെളുത്തതായി. എല്ലാവർക്കും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സ്കിന്നിൻ്റെ ചില ക്രീം കാണുമ്പോൾ ഇത് മാത്രം ഇങ്ങനെ തോലിന് പോയി, എല്ലാവരും ഇത് തന്നെയാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ പീരീഡ്സിൻ്റെ എന്തോ ഒരു സാധനം കാണിക്കുന്ന സമയത്ത് വൈറ്റ് ബെഡ്ഷീറ്റ് ചാലഞ്ച്, എല്ലാവരും ഇത് തന്നെയാണ് കാണിക്കുന്നത്. എല്ലാവരും എങ്ങനെ ഒരേ സാധനം കാണിക്കുക? ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് അവർക്കൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഈ പെയ്ഡ് ചെയ്യുന്ന ആൾക്കാർ അവരോട് എന്താണോ ചെയ്യാൻ പറയുന്നത് അത് അതുപോലെ എടുത്ത് ചെയ്യുന്നൊരു സാധനമാണിത്. രണ്ടാമത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ലാണ്, മുഖം വെളുക്കാൻ വേണ്ടി ഗുളിക കുടിക്കണം എന്ന് പറയുന്നത്. ഞാൻ ഈ സൈഡിൽ കൂടെ അതിൻ്റെ വീഡിയോസും കൊടുക്കാം. ഇത് ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് ആണ്. നല്ല വിലയാട്ടോ, 1200 1300 റുപ്യൊക്കെയാണ് കുറച്ച് ടാബ്ലറ്റ്സിന്. ഇത് കുടിച്ചാൽ 2 ആഴ്ച കൊണ്ട് വെളുപ്പിക്കും. നിങ്ങൾ എന്തിനാണ് ഈ ഒരു കളറിനെ ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്നത്? എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? വെളുത്ത കളർ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ, വെളുത്ത കളറിനെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. ഓക്കെ, ആയിക്കോട്ടെ. എന്തിനാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന ലെവലിൽ നിന്ന് നിങ്ങൾ ആ കളറിനെ പ്രൊമോട്ട് ചെയ്യുമ്പം നിങ്ങൾ ഈ സൊസൈറ്റിക്ക് ഒരു ബാഡ് മെസ്സേജ് അല്ലേ കൊടുക്കുന്നത്? കറുത്തതൊന്നും കൊള്ളൂല, അവരൊന്നും കൊള്ളൂല, വെളുപ്പാണെല്ലാം, വെളുപ്പിന് വേണ്ടി ഇത് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇതല്ലേ ചെയ്യുന്നത്? എത്രയോ ആൾക്കാർ വാങ്ങുന്നു, എത്രയോ ആൾക്കാർ കുടിക്കുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഒരു സൗന്ദര്യ സങ്കല്പത്തെ തന്നെ നിങ്ങൾ മുഴുവനായി മാറ്റുകയാണ്. ഒന്ന് പൊള്ളിയാൽ, ചൂടുള്ള വെള്ളം വീണാൽ, നന്നായിട്ടൊരു വെയിൽ കൊണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ. ഓരോ വ്യക്തിയും ജനിക്കുന്ന സമയത്ത് അവനുണ്ടാകുന്ന ഒരു കളറുണ്ട്, ആ കളറേ അവനുണ്ടാവും. ആ കളർ പോയിട്ടുണ്ടെങ്കിൽ അത് വരുത്താം. ഇപ്പോൾ ഒരു വെയിലൊക്കെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പറയുക, എന്തെങ്കിലും നമ്മൾക്ക് പല സ്ട്രെസ്സൊക്കെ വന്ന് ഡിമ്മായി, രാത്രി അധികം വർക്ക് ചെയ്തിട്ട് കണ്ണിൻ്റെ താഴെ കറുപ്പ് വന്നു, ഇതൊക്കെ റെഡിയാക്കുക എന്നല്ലാണ്ട് എനിക്കറിയില്ല ഒരാളുടെ സ്കിൻ ടോൺ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. എത്ര ആൾക്കാരാ ഇത് തേച്ചാൽ വെളുക്കും, അത് തേച്ചാൽ വെളുക്കും, അതാണ് വെളുപ്പിൻ്റെ ഇത് കഴിഞ്ഞിട്ടേ വെളുക്കൂ. ഞാനൊരു നില ലൈഫ് സ്റ്റൈൽ മലയാളം ഞാൻ സൈഡിൽ കൊടുക്കാം.
പുള്ളിക്കാരി വെളുപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഒരാഴ്ച കൊണ്ട് വെളുത്തു, 2 ദിവസം കൊണ്ട് വെളുക്കും, 7 ദിവസം കൊണ്ട് വെളുക്കും. ഇത് തേച്ചാൽ പാടുകൾ മാറി, എല്ലാം പോയി. ഇവരുടെ ചാനലിൽ ഇതേ ഉള്ളൂ. അപ്പോൾ എന്താ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിനെപ്പറ്റി എന്ത് ഒതൻറ്റിസിറ്റിയാണ് നിങ്ങൾക്കുള്ളത്? എന്തിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? കുറച്ച് സബ്സ്ക്രൈബർ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് കൊളാപ്സ് വരുമ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യണം. നിങ്ങൾ എന്താ പറയണ്ടേ? ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് എൻ്റെ അഭിപ്രായം ഞാൻ അതിൽ ഷെയർ ചെയ്തോളാൻ പറയണം. അപ്പോഴേ ജെനുവിനിറ്റി ഉള്ളൂ. ഞാൻ ഇനി എന്തായാലും നിങ്ങൾ ഈ ഷെയറപ്പ് ചെയ്യുന്ന കുറേ പ്രൊഡക്റ്റ് ഇല്ലേ, രാവിലെ കണ്ണ് ഇത് പോയി രാത്രി വരെ കണ്ണ് നിൽക്കും, പിന്നെ ചുണ്ടിലിട്ടു അതും പിറ്റേ ദിവസം വരെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ കാണിക്കുന്നില്ലേ, ഈ എല്ലാ കുന്ത്രാണ്ടങ്ങളും ഞാൻ ഇനി വാങ്ങാൻ പോവുക പൈസ കൊടുത്തിട്ട്. എന്നിട്ട് ഞാനിത് ഓരോന്നും യൂസ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ തന്നെയാണ് അവിടെ നടക്കുന്നതെന്നുള്ളത് ഞാൻ നോക്കാൻ പോവുക. കുറച്ചെങ്കിലും കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ഏത് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നോക്കിയാലും മലയാളി യൂട്യൂബേഴ്സിന് എല്ലാത്തിനും ഒരു റിവ്യൂവേ ഉള്ളൂ. ഒരാളുടെ കേട്ടാൽ മതി എല്ലാം കിട്ടാൻ. എന്നിട്ട് സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, സബ്സ്ക്രൈബർ സ്നേഹികൾ, നോ കമ്മിറ്റ്മെൻറ്റ്. എന്നിട്ട് നിങ്ങൾ എന്താ പറയുക ചെയ്യുക? നിങ്ങൾ ഈ എന്തായാലും പറയുക ഈശ്വര ഗിവ് അവേ വെക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എല്ലാം കൂടി വേഗം കൊടുത്തങ്ങ് ഒഴിവാക്കി കാണും. എന്ത് നാടോ.